സ്വാഗതം എസ്തെറ്റിക് ലൈഫിലേക്ക്. എൻ്റെ പേര് അനിഷ കരുൺ. എൻ്റെ കൂടെ ഉള്ളത് സന്ധ്യ വിക്രം. നമ്മൾ എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ്. എപ്പോഴും ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും പാചകമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ പാചകമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നാച്ചുറൽ പ്രോഡക്ട്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്ത് നോക്കാം അല്ലേ? അതെ. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്കിന്നിന് വേണ്ടിയിട്ട് തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് അല്ലേ? ഒരു സാധനം വെച്ചിട്ട് തന്നെ ഡിഫറെന്റ് ടൈപ്പ്, അതായത് 3 ടൈപ്പിലുള്ള ഫേസ് പാക്ക്. അതായത് ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, പിമ്പിൾ സ്കിന്ന്. ഒരു സാധനം വെച്ച് 3 പാക്ക്. 3 പാക്ക് ഇന്ന് നമ്മുടെ വെണ്ടയ്ക്ക വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. വെണ്ടയ്ക്ക വെച്ച് സാധാരണ നമ്മൾ വിഴുക്കായിരിക്കും അല്ലേ, തോരനൊക്കെ വെക്കാം. പക്ഷേ ഇത് സ്കിന്നിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ബോട്ടോക്സ് ആണ് കേട്ടോ. നമുക്ക് സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന ബോട്ടോക്സ് ആണ്. അപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്, നാച്ചുറൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ നോക്കിയാലോ, നമുക്ക് ട്രൈ ചെയ്യാം എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. ഓക്കെ. വെണ്ടയ്ക്ക അരിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ ഒരു ജെല്ല് എടുക്കണം. ഈ ജെല്ല് വെച്ചിട്ടാണ്, കാരണം നമ്മൾ ഈ ജെല്ല് സ്റ്റോറേജ്, അതായത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ഇതുപോലെ പാക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ, ഇപ്പം ഡ്രൈ സ്കിൻ ആണെന്ന് വെച്ചോ, ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതെടുക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ ജെല്ല് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കൂടി ചൂടാക്കണം അല്ലേ? നമുക്ക് ഇത് ഓൺ ചെയ്യണ്ടേ? വെള്ളം ഒഴിച്ച് ഇത് ഓൺ ചെയ്യട്ടെ. വെള്ളം എത്ര വേണം? പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ വെണ്ടയ്ക്ക് എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു ജെല്ല് വരണം എന്നുള്ളതേ ഉള്ളൂ. ശരി ശരി. കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ കുഴപ്പമില്ല, കാരണം ഇത് നല്ലൊരു കുറുകിയ ഒരു പരുവത്തിലാണ് വരുന്നത്. അതെ, നമുക്ക് അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക എങ്ങനെയായിരിക്കും. ഇത്ര മതിയല്ലോ വെള്ളം? ഒരു എണ്ണയുടെ രൂപത്തിലൊക്കെ കിട്ടും. പണ്ട് ഞാൻ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോൾ എണ്ണയായിട്ട് യൂസ് ചെയ്തിരുന്നത് ഈ വെണ്ടയ്ക്കയുടെ ഈ ജെല്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് എണ്ണ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും, ഒരു വെണ്ടയ്ക്ക എടുത്തുകൊണ്ടൊന്ന് ഇതുപോലെ അരിഞ്ഞ് അതിൽ നിന്ന് എണ്ണ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ബാക്കിയുള്ളത് വെച്ച് പാചകം ചെയ്യാം. അതെ, പണ്ടേ ക്രിയേറ്റിവിറ്റിയാണ്. യാ. തണുക്കണ്ട? ഇല്ല, തണുക്കാതെ ഒഴിച്ചാൽ ഇതൊരു ജെൽ പരുവല്ലേ, അപ്പം ഇതിന്റെ അകത്തൂടെ വരത്തില്ല, ഫിൽട്ടറായിട്ട് വരത്തില്ല. കണ്ടോ എണ്ണ പോലെ ഇരിക്കുന്നുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, ഈ എണ്ണയാണ് പണ്ട് ഞാൻ കഞ്ഞിയും കറിയും വെച്ച് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഈ സൊല്യൂഷൻ തന്നെ വെച്ചിട്ടല്ലേ ഇതിന് തണുപ്പിക്കണം. തണുത്തതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഒരു സൊല്യൂഷൻ പോലെ കിട്ടിയിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ ആ ഒരു എക്സ്ട്രാക്ട് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ഓയിലി സ്കിന്നിനുള്ള ഒരു പാക്ക്. ഓയിലി സ്കിന്നിന് ഇതിന്ന് കുറച്ച് വെണ്ടയ്ക്ക നീരെടുക്കുക. മുൾതാനി മിട്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലോട്ട് കുറച്ച് നാരങ്ങ നീരും. ഇത് ഏതിനാണ്? ഓയിലി സ്കിന്നിന്. മുൾട്ടാനി മിട്ടി, പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയുടെ എക്സ്ട്രാക്റ്റും നാരങ്ങ നീരും. എനിക്കുള്ള പണി തന്നിട്ടുണ്ട്. ജെൽ ടൈപ്പ് ആയതുകൊണ്ട് കലങ്ങാൻ കുറച്ച് പാടാം. ഇത് വന്നിട്ട് മുൾതാനി മിട്ടിയും നാരങ്ങ നീര് ഒഴിച്ചതിന്റെ കാര്യം, പോട്ട്സ് എല്ലാം നമുക്ക് ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് കൂടുതൽ എന്താണെന്ന് നല്ല കുഴികളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഒന്ന് മാറി കിട്ടാനും
ഓയിൽ സെക്രേഷൻ കൂടുതലുണ്ടാവും, അതെല്ലാം ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ 2 ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇത് ഓയിലി സ്കിന്നിന്. അടുത്തത് നമുക്ക് ആക്നെ സ്കിന്നിന് അല്ലേ? അതെ, അതിന് കസ്തൂരി മഞ്ഞൾ അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് എല്ലാത്തിനും വേണം. ഓയിലി സ്കിന്നിനും നമ്മുടെ ആക്നെ, അതായത് ഓയിൽ സെക്രേഷൻ കൂടുതലുള്ളപ്പോഴാണ് നമുക്ക് ആക്നെ വരുന്നത്. അപ്പൊ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ യൂസ് ചെയ്യുന്നത് അല്ലേ? കടക്കുന്ന ജോലിയൊക്കെ അങ്ങോട്ട് എത്തി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമ്മുടെ? നെക്സ്റ്റ് നമുക്ക് നോർമൽ ടു ഡ്രൈ. ഇനി നമ്മൾ കുറച്ചെടുക്കുക. തൈര്, അതിലോട്ട് കുറച്ച് ഹണി. ഓക്കെ, ഹണിയാണ്. അപ്പൊ നാരങ്ങ നീര് ഇതിന് വേണ്ട. കാരണം ഡ്രൈ സ്കിൻ അല്ലേ? ഡ്രൈ സ്കിന്നിന് അത് വേണ്ട, ആവശ്യമില്ല. ഇത് വന്നിട്ട് കുറച്ച് ഇങ്ങനെ വെള്ളം പോലുള്ള ഒരു പരുവത്തിൽ ലിക്വിഡ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്, കാരണം തൈരാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ കിട്ടുമല്ലോ, നമ്മുടെ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ കിട്ടും ടിഷ്യൂ പേപ്പർ. അതിനതിന്റെ അകത്തോട്ട്, അതായത് ഫേഷ്യൽ ടിഷ്യൂ അതിനെടുത്ത് ഇതിന്റെ അകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. അതാവുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് മുങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിന്റെ എക്സ്ട്രാസ് ഫുൾ അതിന്റെ അകത്ത് വലിച്ചെടുത്തിട്ട് നമുക്കൊരു പാക്ക് ആയിട്ട് ഇടാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ എടുത്തങ്ങ് ഇടാൻ പറ്റത്തില്ല. അതെ, അതിലോട്ടങ്ങ് അലിയില്ല. അപ്പോൾ ഇതാണ് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ആക്നെ പോർ സ്കിന്നിന് വേണ്ടിയിട്ട്, ഇത് നമ്മുടെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ നീര് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വീട്ടിൽ എന്തായാലും ഇത്രയും സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം. വെറുതെ വെണ്ടയ്ക്കയുടെ ജ്യൂസ് എടുത്തിട്ട് മുഖത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഫേഷ്യൽ ടിഷ്യൂ പേപ്പർ വാങ്ങിച്ച് വെച്ചിരിക്കുക. അതിനെടുത്ത് വെണ്ടയ്ക്കയുടെ ഇതിൽ മുക്കിയിട്ട് ഇട്ടിരുന്നാലും ക്ലിയർ സ്കിന്നിന്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ബോട്ടോക്സ് അതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ബോട്ടോക്സിന് ഏറ്റവും നല്ല സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിലൊന്ന് ടിഷ്യൂല് മുക്കിയിട്ട് നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസി സ്കിന്നിലെല്ലാം ഇതാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും എത്താം. അതുവരേക്കും